വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റാഗി പൊടിയാണിത്, റാഗിയുടെ പൊടി. നിങ്ങൾക്ക് റാഗിയുടെ പൊടി എന്നതെന്ന് പറഞ്ഞാൽ ഇത് റാഗി ആട്ട. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഇലയപ്പം ഉണ്ടാക്കാൻ പോകുന്നു. ഇതിപ്പം ഒരു ഗ്ലാസ് റാഗിപ്പൊടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് അത്രയും തന്നെ തേങ്ങയും കൂടി ഇടാം. തേങ്ങ എത്ര കൂടുതലുണ്ടോ അത്രയും ടേസ്റ്റാണ്. അത് കുറവാണെങ്കിലും ഇടാം. ഇപ്പം കാൽ കപ്പ് റാഗി ആട്ടയ്ക്ക് ഞാൻ 1/4 കപ്പ് തന്നെ തേങ്ങയും ഇടുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ ഉപ്പ് നമുക്കിടാം. ഉപ്പ് കൂടി പോകാതെ നമ്മൾ നോക്കണം. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ചൂടുവെള്ളമാണ്. അത് അല്പം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളമുണ്ട്, കുറേശ്ശെ ഒഴിച്ച് നമുക്കിന്ന് ഇളക്കി എടുക്കാം. ഇത് ഞാൻ തെമൂന്ന് മേടിച്ചതാണ്. പെട്ടെന്ന് നമുക്ക് കൈ കൊണ്ടല്ലാതെ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്പൂണാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കുറേശ്ശെ ഒഴിക്കണം. വെള്ളം കൂടി പോകാതെ വേണം നമ്മൾ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഏകദേശമൊക്കെ ഇത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇച്ചിരി വെള്ളത്തിൽ കൈ മുക്കിയിട്ടാണ് നമ്മളിത് ഒന്ന് നമ്മുടെ ഇലയിലോട്ട് പരത്താൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് നോക്കുക. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നല്ലപോലെ ഇല ഒന്ന് കഴുകി ഒന്ന് ജസ്റ്റ് ചൂടാക്കി ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ അകത്തേക്ക് ഇത് ഒന്ന് കുറേശ്ശെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട്. ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് വെച്ച് സ്പ്രെഡാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വലുപ്പത്തിൽ വേണം ആ വലുപ്പത്തിൽ ഇത് സ്പ്രെഡാക്കി കൊടുക്കുക. ഇച്ചിരി കനം കുറച്ച് തന്നെ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കാം. നമുക്കതുപോലെ തന്നെ അടുത്ത ഒരു ഇലയും കൂടെ എടുക്കാം. ഇത്രയും മതി. അപ്പോൾ ഇലയുടെ അളവനുസരിച്ചിട്ട് വലിയ ഇലയാണെങ്കിൽ അതനുസരിച്ചിട്ട് മാവ് നിങ്ങൾ കൂടുതൽ ഇതിൻ്റെ അകത്തേക്ക് ഇടുക. മാവിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഈവൻ നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് കഴിക്കാനായിട്ട് പറ്റും. നമ്മളിത് സ്റ്റീം ചെയ്ത് എടുക്കാനായിട്ടാണ് പോകുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. നമുക്ക് ഇനി ഇതും മടക്കി കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള ഇലയപ്പം എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് 1/4 കിലോ മത്തിയുണ്ട്. ഇതുകൂടെ നമ്മുടെ സ്റ്റീമർ വെച്ച് വേവിച്ചെടുക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ. അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തി മേടിച്ച് കഴുകി അതിനകത്തേക്ക് മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, പിന്നെ ഇച്ചിരി ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ ഞാനൊന്ന് ഇളക്കി മസാല ചേർത്ത് വെച്ചതാണ്. അപ്പം നമുക്ക് ഇതും ആ കൂട്ടത്തിൽ തന്നെ സ്റ്റീമറിലേക്ക് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാട്ടി വെച്ചിരിക്കുന്ന ഇലയിലേക്ക് 3 എണ്ണം വീതം അതുകൂടെ വെച്ച് ഒന്ന് ക്ലോസ് ചെയ്യുകയാണേ.
നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ഉപ്പും മുളകുമൊക്കെ പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് കിട്ടുന്ന പോലെ തന്നെ ഇത് നമുക്ക് കിട്ടും. ഓക്കെ, ബിക്കോസ് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, നമുക്ക് ഇലയുടെ ആ രുചിയും നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. പൊതിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത മീനൂടെ നമുക്ക് ഇതുപോലെ 2 മീൻ അല്ലെങ്കിൽ 1 മീൻ അത് അങ്ങനെ എടുത്ത് ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞിട്ട് നമ്മുടെ മീൻസ് ഇലയുടെ വലിപ്പം അനുസരിച്ചാണ് പൊതിയുക. ഇങ്ങനെ മടക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഒന്ന് കെട്ടിയും കൂടെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് വയ്ക്കാം. സ്റ്റീമർ ഇവിടെ ഓണാണ്. ആദ്യം ഞാൻ ഇല അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഓരോ മീനായിട്ട് നമുക്ക് ആദ്യം വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റാഗി കൊണ്ടുള്ള അപ്പം കൂടെ വയ്ക്കാം. നല്ല ഹെൽത്തിയാണ്. ഓക്കെ, നമുക്കിത് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ സ്റ്റീം വന്നിട്ട് ഇത് നല്ലപോലെ വെന്ത് വരും. അപ്പം നമ്മുടെ മീനിന് അധികം വേവൊന്നുമില്ല, ആവി കയറിയാൽ മാത്രം മതി. അതുപോലെ തന്നെ റാഗി പൗഡറിനും വേവൊന്നുമില്ല. ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഞാൻ ആവി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടിഷ്യൂ വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത്. നല്ലപോലെ സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് കുറച്ച് നേരത്തിന് ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, ഒരു 5 മിനിറ്റ് കൂടെ ഇത് ഇരിക്കട്ടെ. നല്ലപോലെ ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് വെന്ത് കഴിയും. ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇലയിൽ നിന്ന് വിട്ട് വരണം. അതാണ് വേകുന്ന കണക്ക്. ഓക്കെ, ജസ്റ്റ് ഞാൻ തുറന്ന് കാണിച്ചതേ ഉള്ളൂ. എപ്പോഴും തുറക്കുമ്പോൾ കൈ കൊള്ളാതെ നമ്മൾ നോക്കണം. ആവിക്ക് ഭയങ്കര ഒരു മീൻസ് നമ്മുടെ കൈ പൊള്ളി പോകും. അപ്പോൾ എപ്പോഴും സൂക്ഷിച്ച് വേണം സ്റ്റീമർ പൊക്കിയെടുക്കുമ്പോൾ. പിന്നെ ആവി നമ്മുടെ കൈ തട്ടാതെ നോക്കണം. ഓക്കെ, ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റീമർ ഓഫ് ചെയ്യാം. ഇനി ആ സ്റ്റീമിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒന്ന് തണുക്കട്ട് കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഇതെല്ലാം നല്ലപോലെ തണുത്തു. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. സെർവ് ചെയ്തിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതാ കണ്ടോ, തുറന്ന് നോക്കുമ്പോൾ തന്നെ കണ്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട്. നന്നായിട്ടത് വെന്ത് നല്ലപോലെ വന്നിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്. ഓക്കെ, നല്ല സോഫ്റ്റായിട്ടൊരു ഉള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷാണ്. ഫിഷ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇലയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇതാ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്പം. ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നല്ലതായിട്ട് ഷുഗറുകാർക്കും പിന്നെ സാധാരണ പിള്ളേർക്കും ഒക്കെ കഴിക്കാൻ നല്ലൊരു സ്വാദിഷ്ടമായ ഒരു അപ്പമാണ്. ഇത് രണ്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ചെയ്യണം. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ അടുക്കിലേക്ക് പിന്നെയും വരും. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.
ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക് യു. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ. നമ്മുടെ ആവിയിൽ പുഴുങ്ങിയ മത്തിയും റാഗി അപ്പവും റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്.